അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഉള്ളത് നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലാണ്. കൂട്ടത്തിൽ പറയട്ടെ, വിശുദ്ധമായ താസുആഇന്റെ ആശുറാഇന്റെ നോമ്പൊക്കെ നമ്മളിലേക്ക് വരികയാണ്. പലരൊക്കെ ചോദിച്ചു, എന്നാണ്? ഇന്നലത്തെ നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലും പറഞ്ഞിരുന്നു, ഇന്നത്തെ രാവിലത്തെ മജ്ലിസിലും പറഞ്ഞിരുന്നു എന്നാണ് നോമ്പെന്ന്. എന്നാലും പലർക്കും സംശയം, മുഹറം 10 എന്നാണ് മുഹറം 10ന്റെ നോമ്പ് പിടിക്കേണ്ടത്? വരുന്ന വെള്ളിയാഴ്ച പകലാണ് നമ്മൾ മുഹറം 10ന്റെ നോമ്പ് പിടിക്കേണ്ടത്. മുഹറം 10ന്റെ നോമ്പ് പിടിക്കേണ്ടത് വരുന്ന വെള്ളിയാഴ്ച പകലാണ് കേട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നല്ലവണ്ണം ആ നോമ്പുകളൊക്കെ പിടിച്ച് അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 8ാമത്തെ രാവിലാണ് നമ്മൾ ഉള്ളത്. നാളെ 8ാമത്തെ പകലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കുന്നു. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹുവിന്റെ കാവൽ നമുക്ക് എപ്പോഴും ഉണ്ടാവാനും, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഉണ്ടാവാനും, എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും സൂറത്ത് യാസീനിലുള്ള സുന്ദരമായ ഈ ഒരു ആയത്ത് എല്ലാ സമയത്തും നമുക്ക് ഓതാൻ പറ്റിയാൽ വളരെ ഖൈറാണ്. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഇത് പറയാൻ പറ്റിയാൽ വളരെയധികം ഭാഗ്യവാന്മാർക്ക് ഇത് പറയാൻ പറ്റും. പറഞ്ഞോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം,
സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഇനി പറയാൻ പോകുന്ന വാചകം പറയണം. കാരണം അൽ ഐനു ഹഖുൻ എന്നാണ്. കണ്ണേറ് ഏത് സമയത്തും സംഭവിക്കാം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ മക്കളിൽ, വീട്ടിൽ, എല്ലാത്തിലും കണ്ണേറ് ബാധിച്ചേക്കാം. അപ്പൊ അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടി നമ്മൾ സ്വന്തമായി എപ്പോഴും പറയേണ്ട ഒരു വാചകമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുഹറം മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ദിക്ർ. ഇതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ്. ഏത് ഗണത്തിൽ നമുക്ക് വിടുത്താം. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് മുഖേന കിട്ടാനുണ്ട്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സുന്ദരമായ വചനമുണ്ട്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടന്ന സമയത്ത് മഹാനവറുകൾ ഇതാണ് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നതെന്നാണ്. ഏതാണത്? ഒന്നിച്ചു പറഞ്ഞേ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ
ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. മുഹറം മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ അധികരിപ്പിക്കേണ്ട പറയേണ്ട, മുഹറം മാസത്തിലെന്നല്ല എല്ലാ ദിവസവും, മുഹറം കഴിഞ്ഞ് സഫർ വന്നാലും റബീഉൽ അവ്വൽ വന്നാലും എല്ലാ സമയത്തും നമ്മളെ ഒരു ദിവസം മുടങ്ങാതെ പറയേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ആ ഒരു ദിക്ർ. ആ ഇസ്തിഗ്ഫാറിന്റെ കൂടെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദിയും നമ്മൾ രേഖപ്പെടുത്തണം. അപ്പൊ രണ്ടും വേണം, ഇസ്തിഗ്ഫാറും വേണം, നന്ദിയും വേണം. പാപമോചനം വേണം, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നന്ദിയും രേഖപ്പെടുത്തണം. അത് രണ്ടും ഒരുമിച്ച് പറയുന്ന ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് പറയാം. പറഞ്ഞോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. പരിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി, അല്ലേ? ആയത്തുൽ കുർസിന്റെ നേട്ടവും ശ്രേഷ്ഠതയൊക്കെ എത്രയാ നമ്മൾ പറഞ്ഞല്ലോ. മുഹറം മാസത്തിന്റെ ആ ഒരു പ്രഥമ രാത്രിയിലും പ്രഥമ പകലിലും ഒക്കെ ആയിട്ട് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മളെ ഓതിയവരാണ്, അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് ആയത്തുൽ കുർസി ഓതാൻ പറ്റണം. ഒരുപാട് നേട്ടമാണ് അതിൻ്റെ ശ്രേഷ്ഠതയും അത് ഓതിയാൽ കിട്ടുന്ന നേട്ടമൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല, നമുക്കൊന്ന് ഓതിയാലോ.
കുറച്ച് പ്രാവശ്യം ആയത്തുൽ കുർസിയും കൂടെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الحمد لله. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ സുന്ദരമായ ഈ രാവിൽ, ഈ സുന്ദരമായ ഈ ദിവസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ചൊല്ലിയ, നമ്മൾ പറഞ്ഞ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല ഉന്നതമായ രൂപത്തിൽ സ്വീകരിക്കട്ടെ. ചൊല്ലുന്ന സമയത്തുണ്ടായ അശ്രദ്ധകൾ, അതുപോലെ തന്നെ തഖ്വയുടെ കുറവ്, ഇഖ്ലാസിന്റെ കുറവ് എല്ലാം അല്ലാഹു തആല പരിഹരിച്ച് നമുക്ക് ദാക്കിരീങ്ങളിൽ പെടാനുള്ള അവസരം അല്ലാഹു തആല തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പേരെടുത്തു പറഞ്ഞു ഉസ്താദ് ദ്വാരക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് എഴുതിയെടുത്ത് അത് മനഃപ്പാഠമാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങളൊക്കെ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ ദ്വാരക്കുന്നു. ദ്വാക്ക് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി നമുക്ക് ഓതി ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് നമുക്ക് പ്രവേശിക്കാം. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതി രാജനായ കരുണയുള്ള റഹ്മാനായ റഹീമായ വദൂദായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ, ഞങ്ങൾ പറഞ്ഞ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, അദ്കാറുകൾ, ഇസ്തിഗ്ഫാർ, അല്ലാഹു നിന്റെ പരിപൂർണമായ, നിന്റെ പരിപാവനമായ ഇസ്മുകൾ എല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൽ വന്നുപോയ പിഴവുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ ദാക്കിരീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഹാമിദീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ചേർക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. പനി രോഗം പടർന്നു പിടിക്കുന്നു റബ്ബേ. നിപ്പ എന്ന് പറയുന്ന പനി പല സ്ഥലത്തും കടന്നു വരികയാണ്. നീ കാക്കണേ അല്ലാഹ്. പനികളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ക്യാൻസർ രോഗം തരല്ലേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. അറ്റാക്ക് വന്ന് കിടപ്പിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അപകടങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ എത്രയോ ഹോസ്പിറ്റലുകളിൽ എത്രയോ മുഅ്മിനീങ്ങൾ കഴിയുന്നു, വീടുകളിൽ കഴിയുന്നു. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. മാനസികമായ, ശാരീരികമായ, ചെറുതായ വലുതായ മുഴുവൻ അസുഖങ്ങൾക്കും ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാരുടെ, വാപ്പമാരുടെ, ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, മക്കളുടെ, മരുമക്കളുടെ, പേരക്കുട്ടികളുടെ എല്ലാവരുടെയും ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാഹ്. അവരൊക്കെ ഒരുപാട് ജീവിതത്തിൽ സങ്കടപ്പെട്ടവരാണ്. ഇനി നീ സങ്കടം കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കള്, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്കൂളുകൾ തുറന്നിട്ടുണ്ട് റഹ്മാനെ. നല്ല ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാഹ്. ബുദ്ധി കൂർമ്മത കൊടുക്കണേ അല്ലാഹ്. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. നല്ല കഴിവുകൾ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എഴുതുന്ന പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള വലിയ തൗഫീഖ് നീ പ്രദാനിക്കണേ അല്ലാഹ്. വഴിതെറ്റുന്ന കാലമാണ് അല്ലാഹുവേ. ലഹരിക്കടിമയാകുന്ന, പ്രേമത്തിനടിമയാകുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്.
അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് അല്ലാഹുവേ പൈസ കിട്ടാനുണ്ട്, പലർക്കും കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല, അത് മടക്കി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നീ ഖൈറാക്കണേ അല്ലാ. ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരുണ്ട്, ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പല സ്ഥലത്തും നല്ല മഴയാണ്, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വരികയാണ്, നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ വിധത്തിലുള്ള നിന്റെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിശുദ്ധമായ മുഹറം മാസത്തിലെ സുന്ദരമായ രാവിലാണ് പകലിലാണുള്ളത്, ഈ മുഹറം മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. കഴിഞ്ഞുപോയ വർഷം അല്ലാഹുവേ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുള്ള ഈ വർഷം 1448 എന്ന് പറയുന്ന ഈ പുണ്യമായ ഈ മുഹറം മാസം ഉൾപ്പെടുന്ന ഈ വർഷം ഞങ്ങൾക്ക് നീ ഖൈറാക്കണേ അല്ലാ, സന്തോഷമാക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടുന്ന മാസമാക്കി ഈ മുഹറം മാസത്തെ സ്വീകരിക്കണേ അല്ലാ. ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഖബർ ജീവിതം മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബർ വിശാലമാക്കി തരണേ അല്ലാ. ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം തരണേ അല്ലാ. ഞങ്ങളുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയായി സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എന്തെങ്കിലും ഈ ദുആയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് ഞങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളാക്കി നീ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ എല്ലാവരെയും നീ ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരണേ അല്ലാ. പെടുത്തിക്കളയല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ ബറകാത്തുകൾ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.